നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപ് തന്നെ ചൂടപ്പം പോലെ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മിനി വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി അവശേഷിക്കുന്ന 2 വീടുകളിൽ ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വില്ല കമ്മ്യൂണിറ്റിയും വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് തൊട്ടരികിലായിട്ടാണ്. 4 വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മിനി വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി 2 വീടുകൾ മാത്രമാണ് വിൽപ്പനക്കായി അവശേഷിക്കുന്നുള്ളൂ. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1380 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന വീടും ഏകദേശം ഇതേ സെയിം പാറ്റേണിൽ തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മിനി വില്ല കമ്മ്യൂണിറ്റിയുടെ എല്ലാ വീടുകളുടെയും ദർശനങ്ങൾ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ്. നമ്മൾ ഇന്ന് കൂടുതലായി പരിചയപ്പെടുത്തുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ 3.5 മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ലഭിക്കുന്നതും. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. മനോഹരമായിട്ടുള്ളൊരു ബോക്സി കനമ്രവി കൊളോണിയൽ എലിവേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടിന് നൽകിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള പെയിന്റിംഗ് പാറ്റേണുകളാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ കാക്കനാടിന് സമീപം അന്വേഷിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം അത്തരത്തിലുള്ള വീടുകളെല്ലാം ബസ് സ്റ്റോപ്പിൽ നിന്ന് വളരെയധികം അകത്തേക്കായിരിക്കും നിർമ്മിക്കപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്ലൈഡിങ്ങിൽ തുറക്കാകുന്ന വലിയൊരു ഗേറ്റാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ്. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 500 മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 2.5 കിലോമീറ്ററും, സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും, രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 7 കിലോമീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും, ഇടപ്പള്ളി ലുലു മാളിലേക്ക് 16 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബാങ്ക് ATMകൾ, എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ഈ വീടിന് സമീപം ലഭ്യമാണ്. വീടിന് അകത്തേക്ക് പ്രവേശിച്ചാൽ മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. മനോഹരമായി ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ ഭാഗത്ത് ഭംഗിയാർന്നിട്ടുള്ള ഒരു ഫോൾ സീലിംഗും മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണുവാനായി കഴിയും. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പ്ലേസും നമുക്ക് ലഭ്യമാണ്. ഈ ഭാഗത്തായി 10ഓളം പേർക്ക് സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യമാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് ലഭിക്കാവുന്ന രീതിയിൽ ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടുള്ള ഭംഗിയുള്ള ഒരു ഭാഗവും നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. വീട്ടിലെ കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാനുള്ള സൗകര്യമാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ധാരാളം കബോർഡുകൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരിക 14 അടി നീളത്തിലും 12 അടി വീതിയിലുമാണ്. ഭംഗിയാർന്നിട്ടുള്ള വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി ഈ വീട്ടിൽ സാനിറ്ററി ഐറ്റംസും തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് പെൻഡിംഗ് ആയി അവശേഷിക്കുന്നുള്ളൂ. ആ വർക്കുകൾ ആധാരങ്ങൾക്ക് മുൻപായി തന്നെ പൂർത്തീകരിച്ച് തരുന്നതുമാണ്. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ സ്പേസിനെ അനുസരിപ്പിക്കും വിധം വീതിയിലും നീളത്തിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 2ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായ
മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും. വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിലും നമുക്കായി സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം നീളത്തിലും വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഡയറക്ടറിന് ലഭിക്കുന്ന ചെറിയൊരു കുട്ടി ബാൽക്കണി നമുക്ക് ഗ്ലാസ് പാർട്ടീഷനുകളിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് വില്ല കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നതും. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ്. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വിൽക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്ത് ലഭ്യവുമാണ്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കാണ്. ഭംഗിയാർന്നിട്ടാണ് ഈ ഭാഗവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് തൊട്ടരികിലായി മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മിനി വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്ന ഈ വീട് വരുന്നത് 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1380 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി അവശേഷിക്കുന്ന 2 വീടുകൾക്കും ഓണർ ആവശ്യപ്പെടുന്ന തുക 55 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ഈ വീടുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റിയുടെ ആവശ്യകതയുണ്ടെങ്കിൽ അതും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ്. ഈ മനോഹര വീടും വില്ല കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.